अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗണപതേ നമഃ. ഓം വിഷ്ണവേ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് ബലരാമൻ, കൃഷ്ണൻ, മറ്റ് യാദവന്മാര് എല്ലാം കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുന്ന വിവരങ്ങളാണ്. സുഭദ്രയെയും അർജുനെയും വെറും കൈയോടെ വിട്ടു എന്നുള്ള ചിന്ത കൊണ്ട് അവർക്ക് പാരിതോഷികങ്ങളുമായിട്ടാണ് ബലരാമനും ആ കൃഷ്ണനും പുറപ്പെട്ടത്. അവരുടെ വരവ് അറിഞ്ഞപ്പോൾ തന്നെ യുധിഷ്ഠിരൻ വളരെ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഉചിതമായ രീതിയിൽ സത്കരിച്ചു. അവർ ധാരാളം പൊന്ന്, മറ്റ് ദ്രവ്യങ്ങള്, ആന, കുതിര, ശീലഗുണമുള്ള പശുക്കൾ, ആഭരണങ്ങള്, മുത്തുമാലകള്, പവിഴമാലകള്, വസ്ത്രങ്ങളെ, പാത്രങ്ങളെ, അങ്ങനെ നാനാതരത്തിൽപ്പെട്ട സാധനങ്ങളും ദാസന്മാരെയും കൊണ്ടുവന്നു. അവർ പരിവാരസമേതം അവിടെ കുറച്ചു കാലം തങ്ങി. പോകുമ്പോൾ അവർക്കെല്ലാം പാരിതോഷികങ്ങൾ നൽകാൻ യുധിഷ്ഠിരൻ മറന്നില്ല. എന്നാൽ കൃഷ്ണൻ പോയില്ല. കൃഷ്ണൻ അർജുനനൊന്നിച്ച് കുറച്ചു കാലം കൂടി അവിടെ തങ്ങി. 34 ദിവസം അവിടെ തങ്ങി കൃഷ്ണൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് സുഭദ്ര ഗർഭിണിയാവുകയും സുന്ദരനായ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. ആ പുത്രനാണ് അഭിമന്യു. ആ കുട്ടിയെ പാണ്ഡവന്മാർക്കെല്ലാം വളരെ താല്പര്യമുള്ളവനായിരുന്നു, പ്രിയങ്കരനായിരുന്നു. പൗരജനങ്ങൾക്കും ആ കുട്ടി വളരെ പ്രിയങ്കരനായിരുന്നു. പാഞ്ചാലിക്കും 5 പുത്രന്മാരുണ്ടായി. യുധിഷ്ഠിരന്റെ പുത്രനാണ് പ്രതിവിന്ധ്യൻ, ഭീമസേനന്റെ പുത്രൻ ശ്രുതസോമൻ, അർജുനന്റെ പുത്രനാണ് ശ്രുതകർമാവ്, നകുലന്റെ പുത്രൻ ശതാനീകൻ, സഹദേവന്റെ പുത്രൻ ശ്രുതസേനൻ. ഈ 5 പേരും ഓരോ വയസ്സിന്റെ വ്യത്യാസത്തിലാണ് പിറന്നത്. ഈ 5 പുത്രരെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് ചില വിവരങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അതുകൂടി നമുക്ക് പറഞ്ഞു പോകാം. കുലപുരോഹിതനായ ധൗമ്യൻ അവരുടെ ജാതകർമ്മം, ഉപനയനം മുതലായ ചടങ്ങുകളൊക്കെ യഥാസമയം ചെയ്തു. 5 പേരും അഭിമന്യുവും അന്യോന്യ സ്നേഹത്തോടുകൂടി പരാക്രമശാലികളായിട്ട് വളർന്നു വന്നു. വേദാധ്യയനവും അസ്ത്രവിദ്യയുമെല്ലാം യഥാസമയം അഭ്യസിച്ച അവരെ കണ്ട് പാണ്ഡവന്മാരും
അതീവ സന്തുഷ്ടരായി തീർന്നു. കൃഷ്ണനും അർജുനനും പലപ്പോഴും ചുറ്റുമുള്ള പ്രദേശങ്ങൾ കാണാൻ പോവുക പതിവുണ്ടായിരുന്നു. ഒരിക്കൽ ധർമ്മപുത്രരുടെ അനുവാദത്തോടുകൂടി യമുനാ തീരത്ത് പാണ്ഡവന്മാർക്കായി പണി കഴിപ്പിച്ചിട്ടുള്ള ഉദ്യാനഗൃഹത്തിൽ പോയി കുറച്ചു ദിവസം താമസിച്ചു. ആ ഉദ്യാനത്തിന്റെ മധ്യത്തിലാണ് രമണീയമായ വിശ്രമ മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. അവിടെ അവർ ഓരോ കഥകളും പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഒരു ബ്രാഹ്മണൻ അവിടേക്ക് കടന്നു വന്നത്. ആ കഥ ഖാണ്ഡവ ദാഹത്തിന്റെ തുടക്കമാണ്. അത് നമുക്ക് നാളെ മനസ്സിലാക്കാം. ഈ കഥാഭാഗം ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. ഓം വിഷ്ണവേ നമഃ. ഓം നാരായണായ നമഃ.